മതിലകത്ത് ജലാശയങ്ങളിൽ നീർനായ ശല്യം രൂക്ഷം. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് പ്രദേശത്ത് നീർനായ ശല്യം രൂക്ഷമായതോടെ മത്സ്യകർഷകർ കടുത്ത പ്രതിസന്ധിയിലായത്. നിരവധി കുളങ്ങളിലെ മത്സ്യങ്ങൾ നീർനായകൾ കൂട്ടമായി എത്തി ഭക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴുവിലങ്ങ് സ്വദേശി മണക്കാട്ട പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷി നടത്തുന്ന കുളത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. രാത്രിയിലും പുലർച്ചെയുമാണ് നീർനായകൾ കൂട്ടത്തോടെ എത്തി മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വീടിനോട് ചേർന്ന് 3 മുതൽ 4 വരെ കുളങ്ങളുള്ളതിനാൽ അവിടങ്ങളിലെ മത്സ്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടാണ് നീർനായകൾ എത്തുന്നതെന്നും പാർത്ഥസാരഥി പറഞ്ഞു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവുകയും അവർ ഈ കാര്യം പഞ്ചായത്തിനോട് അറിയിക്കുകയും ചെയ്തു, എസ്എംപുരം പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുളത്തിൽ ഈ നീർനായ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത കുളത്തിൻ്റെ പേരിൽ പകൽ സമയത്ത് നമുക്ക് 2-3 വട്ടത്തിനെ കാണാനിടയായി. ഒരു വട്ടത് കുളത്തിൻ്റെ നടുക്ക് നിന്നുങ്ങാണ്ട് നമ്മളെ നേരെ ചീറി കടിക്കാൻ വേണ്ടി വന്നു. പിന്നെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ചാടി അപ്പുറത്തേക്ക് പോകുന്നു. ഇതിൽ നമ്മൾ 10-700 രൂപ ഡസന് വരുന്ന പെയറിന് വരുന്ന മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ പിടിച്ച് തിന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മീൻ വളർത്തുന്നതിൽ അർത്ഥമില്ലാതെയാവും. ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ നേരെ ചീറി കടിക്കാൻ വന്നതോടുകൂടി ഞാൻ ഫോറസ്റ്റിനെ അറിയിക്കുകയും തിരുവനന്തപുരത്ത് വിളിച്ചു പറയും. അവർ വഴി ചാലക്കുടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആൾക്കാരോട് വരികയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അവർ ഈ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചു. അടുത്ത ദിവസം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു നിലയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ പുഴയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് വരാറുള്ളൂ, ചാലക്കുടി പുഴയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട നിലയ്ക്ക് അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ട് കൂട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളത്തിൽ കുളിക്കാനോ മറ്റോ ഇറങ്ങാനോ ശ്രമിക്കുമ്പോൾ നീർനായ ചീറ്റിയെടുത്തു വരുന്ന അവസ്ഥയുമുണ്ട്. പെരുന്തോട്ടിലും സമീപ തോടുകളിലും കുളങ്ങളിലുമെല്ലാം നീർനായ പതിവായി കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ മത്സ്യകൃഷി തുടരുക തന്നെ ദുഷ്കരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സംഭവത്തിൽ പാർത്ഥസാരഥി വനം വകുപ്പിൽ പരാതി നൽകി. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സജിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി കുളങ്ങളും പരിസര പ്രദേശങ്ങളും പരിശോധിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് നീർനായകളെ പിടികൂടാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.